വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു PYQ സീരീസാണ് കേട്ടോ. അതായത് 1049/2024 എന്ന ചോദ്യക്കോടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 1050/2024 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ 1049/2024 കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് അറിയാം. GKയും മാത്സും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ്. അത് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ 61ാമത്തെ ചോദ്യം തൊട്ട് നോക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിംസ് അറ്റ് ഡാഷ് ലൈഫ് ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് തരത്തിലുള്ള ലൈഫാണ് വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നത് അല്ലെങ്കിൽ നൽകാൻ എയിം ചെയ്യുന്നത്? ഓക്കെ, ഏതാണ്? ഇൻഡസ്ട്രിയൽ ആണോ, കോർപ്പറേറ്റ് ആണോ, മൊണോപ്പൊളിസ്റ്റിക് ആണോ, ട്രഡീഷണൽ ആണോ? ഏത് തരത്തിലുള്ള ഒരു ലൈഫാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സമൂഹത്തിന് നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആണ് കേട്ടോ. കോർപ്പറേറ്റ് ലൈഫാണ് ആര് നൽകുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി കമ്മ്യൂണിറ്റിക്ക് നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ബെനഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ്. കോർപ്പറേഷൻ്റെ ബെനഫിറ്റ്സിൽ ഉൾപ്പെടാത്തത് ഏത്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, എഡ്യൂക്കേഷണൽ. തീർച്ചയായിട്ടും സോഷ്യലായ ബെനഫിറ്റ്സ് ഉണ്ട്, എക്കണോമിക് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ബെനഫിറ്റ്സ് കോർപ്പറേഷന് പാടില്ല എന്നാണ് പറയണത്. ഓക്കെ, കോപ്പറേറ്റീവ് പൊളിറ്റിക്കൽ ബെനഫിറ്റ്സ് ഇല്ല എന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, പൊളിറ്റിക്കലാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹൂസ് മൊറാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് വില്ലിങ്നെസ് ടു ഡു ദ റൈറ്റ് തിങ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഡേഞ്ചറസ് ഈസ്. അതായത് ഒരു പേഴ്സൻ്റെ മൊറാലിറ്റി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, എന്ത്? റൈറ്റ് തിങ് ചെയ്യാനുള്ള ആഗ്രഹം. അത് ഹാർഡോ ഡേഞ്ചറസോ എന്തോ ആയിക്കോട്ടെ, ആക്ടിവിറ്റി ഒരു റൈറ്റ് ആയിരിക്കണം എന്ന് മാത്രം. അത് ചെയ്യാനുള്ളൊരു നല്ലത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം, നമ്മൾ ത്വര എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. ആ സംഭവം എന്താണെന്നാണ് ചോദിച്ചത്. സോഷ്യലാണോ, ഇക്വാളിറ്റി ആണോ, ഡെമോക്രാറ്റിക് ആണോ, എത്തിക്കലാണോ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്താണ് ഉത്തരം എന്ന്. എത്തിക്കലാവൂലേ? അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്താ പറയുക, എന്തു പറയും? അയാൾ എത്തിക്കലാണെന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് നല്ല എത്തിക്സ് ഉണ്ട് എന്ന് പറയും. കറക്റ്റായിട്ട് കാര്യങ്ങൾ, അതായത് ഹാർഡോ ഡേഞ്ചറസോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കില്ല എന്നൊരു ദൃഢനിശ്ചയം ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എത്തിക്കലായ ആൾക്കാരാണ് പറയണത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വില്ലിങ്നെസ് ടു ഗീവ് ഹെൽപ്പ് ഓർ ടൈം ടു അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക മാത്രമല്ല അവരുടെ സമയം കൊടുക്കുക. ഒരാളുടെ ഏറ്റവും വിലപ്പെട്ടത് സത്യം പറഞ്ഞാൽ സമയമാണ് അല്ലേ. അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇപ്പം സമയത്തിന് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം ചിലവാക്കണമല്ലേ. അപ്പോൾ വില്ലിങ്നെസ് ടു ഗീവ് ഹെൽപ്പ് ടു ടൈം ടു അതേഴ്സ്. എനിക്ക് സമയമില്ല എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് തന്നെ എന്താണ്? എനിക്ക് സമയമില്ല, എനിക്കൊന്നിനും സമയമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വിലപ്പെട്ടത് എന്താണ്? സമയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ആ പദം എന്നാണ് ചോദിച്ചത്. ഓപ്പൺനെസ് ആണോ, ജനറോസിറ്റി ആണോ, ഹോണസ്റ്റി ആണോ, കൈൻഡ്നെസ് ആണോ? എന്താണ്? അപ്പോൾ അതിൻ്റെ വിശാലമായൊരു പദമാണത് ജനറോസിറ്റി അല്ലേ. ജനറോസിറ്റിയാണ് വില്ലിങ്നെസ് ടു ഗീവ് ഹെൽപ്പ് ഓർ ടൈം ടു അതേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ ട്രൂത്ത് ഓർ പ്രപ്പോസിഷൻ ദാറ്റ്, പ്രിപ്പോസിഷൻ അല്ല കേട്ടോ, പ്രപ്പോസിഷൻ. ഓക്കെ, ദാറ്റ് സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ എ സിസ്റ്റം ഓഫ് ബിലീഫ് ഓർ ബിഹേവിയർ ഓർ ഫോർ എ ചെയിൻ ഓഫ് റീസണിങ്. ഇതിനെല്ലാം ഉള്ളൊരു ഫണ്ടമെൻ്റൽ ട്രൂത്ത് എന്താണ്? അതായത് എന്തിനു വേണ്ടിയിട്ട് സെർവ് ചെയ്യണം? ഒരു ഫൗണ്ടേഷൻ, ഒരു സിസ്റ്റത്തിന് ഫൗണ്ടേഷൻ ആവണം, ഒരു ബിലീഫ് ആവണം, ബിഹേവിയർ ആവണം, പിന്നെ ചെയിൻ ഓഫ് റീസണിങ്ങിനൊക്കെ ഇതിനൊക്കെ ഉൾപ്പെടുന്ന ഒരു വാക്ക് എന്താണ്? റെഗുലേഷൻസ് ആണോ, എത്തിക്സ് ആണോ, പ്രിൻസിപ്പിൾസ് ആണോ, മൊറാലിറ്റി ആണോ? അപ്പോൾ എന്താണ് ഇതിനെ എല്ലാം കൂടി പറയുന്നത്? പ്രിൻസിപ്പിൾസ് എന്നാണ് കേട്ടോ. അത് തെറ്റുള്ള സാധ്യതയുണ്ട്. നമ്മൾ വാസ്റ്റായിട്ട് ചിന്തിക്കണവർക്ക് കിട്ടും. ഓക്കെ, ഫണ്ടമെൻ്റൽ ട്രൂത്ത് ഓർ പ്രിപ്പോസിഷൻ ദാറ്റ്
proposition that serves as the foundation for a system of belief or behavior or for a chain of reasoning എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ പ്രിൻസിപ്പിൾ കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ. അവിടെ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോക്ക്ഡെയിലിനെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തരംതിരിച്ചിട്ടുണ്ട്. ശരിക്കും അത് റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസിനെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോഴാണ് ഈ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണല്ലോ എസെൻഷ്യൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ ഭാഗത്തുള്ളതാണ് ക്യാഷ് ട്രേഡിങ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാഷ് ട്രേഡിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ക്യാഷ് ട്രേഡിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്, പാട്രണേജ് ഡിവിഡൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതാണ് ആദ്യത്തെ എസെൻഷ്യലിൽ വരുന്നത്. പിന്നെ ബാക്കി നോൺ എസെൻഷ്യലിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ മൂന്നെണ്ണം എസെൻഷ്യലിൽ പെട്ടു, മറ്റത് അല്ലാത്തതിലും പെട്ടു. ഓക്കെ, അപ്പോൾ അടുത്തത്, അപ്പോൾ ഓരോ ഏതാണെന്ന് നമുക്ക് തരംതിരിച്ച് അറിയാൻ പഠിക്കണം. എത്തിക്കൽ വാല്യൂസ് ഓഫ് കോപ്പറേറ്റീവ്സ് ഡു നോട്ട് ഇൻക്ലൂഡ്. എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വാല്യൂസ് എന്താണെന്ന് അറിയണം, എത്തിക്കൽ വാല്യൂസും എന്താണെന്ന് അറിയണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസും എത്തിക്കൽ വാല്യൂസിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ. എത്തിക്കൽ വാല്യൂസിൻ്റെ വീഡിയോസ് വരും. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും വാല്യൂസ് കാണണം. കോപ്പറേറ്റീവിൻ്റെ വാല്യൂസും പിന്നെ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഭവമാണ്. അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിൻ്റെ സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജസിൽ നാലാമത്തെ സ്റ്റേജ്, അതായത് ICAയുടെ മൂന്നാമത്തെ സ്റ്റേജും ടോട്ടൽ എടുക്കുമ്പോൾ നാലാമത്തെ സ്റ്റേജും, അതിൽ ഇയാൻ മാക്ഫിയേഴ്സിൻ്റെ ലാസ്റ്റ് 1995 ഈ ഒരു കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ല, അദ്ദേഹം ഒരു പ്രബന്ധം പോലെ കൊടുക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് അത് ഏൽപ്പിച്ചപ്പോൾ അത് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റിന്ന് കൂടെയുള്ള ഒരു പ്രബന്ധം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതിലുള്ളതാണ് ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ. ICAയ്ക്ക് അതുവരെ തന്നെ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു പ്രിൻസിപ്പൽസോ പിന്നെ അതുവരെ യൂസ് ചെയ്തിരുന്ന പ്രിൻസിപ്പൽസ് ഓരോന്നും യൂസ് ചെയ്ത് വന്നായിരുന്നു. എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയോടും കൂടിയിട്ട് കൊടുത്തതാണ് ഈ ഒരു ഇവാൻ മാക്ഫിയേഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സംഭവം. അപ്പം അതിൽ ആ പ്രിൻസിപ്പൽസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ പ്രിൻസിപ്പൽസ് ഉണ്ട്, പിന്നെ 10 കോപ്പറേറ്റീവ് വാല്യൂസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ കോപ്പറേറ്റീവ് വാല്യൂസ് നമുക്ക് പറഞ്ഞു പോവാം. കോപ്പറേറ്റീവ് വാല്യൂസ് 10 ഉള്ളത്. ആദ്യത്തെ സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. അതാണ് കോപ്പറേറ്റീവ് വാല്യൂസിൽ മൊത്തം ആദ്യ ഭാഗം വരുന്നത്. പിന്നെ ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്, അതാണ് എത്തിക്കൽ വാല്യൂസിൽ പറയണത്. അപ്പോൾ ഈ എത്തിക്കൽ വാല്യൂസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എത്തിക്കൽ വാല്യൂസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺനെസ് എത്തിക്കൽ വാല്യൂസ് ഉള്ളതാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും എത്തിക്കൽ വാല്യൂസിൽ ഉള്ളതാണ്, കെയറിങ് ഫോർ അതേഴ്സും ഉള്ളതാണ്. പക്ഷേ സോളിഡാരിറ്റി കോപ്പറേറ്റീവ് വാല്യൂസിലുണ്ട്, പക്ഷേ അതെന്തല്ല, എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെട്ടതല്ല. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? സോളിഡാരിറ്റിയാണ് വരിക. ഓക്കെ, അത് കോപ്പറേറ്റീവ് വാല്യൂസിലുള്ളതാണ്, പക്ഷേ എത്തിക്കൽ വാല്യൂസ് അല്ല. എത്തിക്കൽ വാല്യൂസ് പറയണത് 4 കേട്ടോ. ഈ 3 കൂടെ, അതായത് ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണം ഹോണസ്റ്റിയാണ്. ഹോണസ്റ്റിയും കൂടെ ആണെങ്കിൽ ഈ 4 വന്നാൽ എത്തിക്കൽ വാല്യൂസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ എവല്യൂഷൻ പ്രിൻസിപ്പിൾസിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ 2 ഭാഗമായിട്ടാണ്, 2 ഭാഗവും പിന്നെ ഈ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ ഭാഗവും വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സാമിന് മുമ്പേ കറക്റ്റായിട്ട് കണ്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് പോലും പോവില്ല. അടുത്തത് പറയണത് ഡാഷ് ഫോർമുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡെഫിനിറ്റ് practical rules and successfully
ഡെമോൺസ്ട്രേറ്റഡ് ദ ഗെയിൻഫുൾ പോസിബിലിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ആക്ഷൻസ്. എന്താണ്, അതായത് എന്തിനെ കുറിച്ചിട്ടാണത് പറയണത്? അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചോദിച്ചു എന്നുള്ളൂ. എന്തിനെ കുറിച്ചിട്ടാണ് ഇവർ ഈ ഒരു അത് എന്ത് ഫോർമുലേറ്റ് ചെയ്തു? ഫോർ ദ ഫസ്റ്റ് ടൈം ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് പ്രിൻസിപ്പൽസ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കൽ റൂൾസ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഗെയിൻഫുൾ പോസിബിലിറ്റീസോട് കൂടിയിട്ടുള്ള കോപ്പറേറ്റീവ് ആക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തത് ആരാണ്? റോബർട്ട് ഓവൻ ആണോ, വില്യം കിങ് ആണോ, റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണോ, ജോർജ് ഡാവിഡോണിക് ആണോ? ജോർജ് ഡാവിഡോണിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ആ ഒരു പ്രിൻസിപ്പൽസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൊട്ടേഷൻസൊക്കെ. അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. റോക്ക്ഡെയിൽ പൈനിയേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഫോർമുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം definite practical rules and successfully demonstrated gainful possibilities of cooperative actions എന്ന് പറഞ്ഞിട്ടുള്ളത് റോക്ക്ഡെയിൽ പൈനിയേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വെൻ ഡിഡ് ICA അപ്പോയിൻറ്റ് കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്? കാർവേ കമ്മീഷനെ എന്നാണ് ICA അപ്പോയിൻറ്റ് ചെയ്തത്? എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? വർഷം എന്നാണ്? 1844 1934 37 64? അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽസിൻ്റെ ക്ലാസ് നമ്മൾ പറഞ്ഞു, നല്ലൊരു പ്രിൻസിപ്പൽസിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് മിസ്സാവില്ല, തീർച്ചയായിട്ടും മുഴുവൻ കിട്ടും കേട്ടോ. അപ്പോൾ കാർവേ കമ്മിറ്റിയുടെ വർഷം പറയണത് 64 തൊട്ടിട്ട് 66 വരെയാണ് കേട്ടോ. അപ്പോൾ 64 അദ്ദേഹത്തിന് അപ്പോയിൻ്റ് ചെയ്യുന്നത്. രണ്ടും പഠിക്കണം, അപ്പോയിൻ്റ് ചെയ്തതും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണതും ഒക്കെ മുഴുവൻ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പ്രിൻസിപ്പൽസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ചില എക്സാമിന് 12ഓളം ചോദ്യങ്ങൾ, 12-13 ചോദ്യങ്ങളോളം ഈ ഒരു ഭാഗത്തുനിന്ന് കടന്നു ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഭാഗം വ്യക്തമായി പഠിക്കണം. ഈ പ്രിൻസിപ്പൽസ്, അതുപോലെ തന്നെ ഈ സ്റ്റേജസ് ഉണ്ടല്ലോ, സ്റ്റേജസ്, പിന്നെ അതുപോലെ നമ്മുടെ കോപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം, ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ 2-3 ചോദ്യങ്ങൾ കാണാറുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആ ഭാഗത്തുനിന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. The principles of cooperatives adopted by ICA needed for internal and external relationship of cooperative include. Internal and external relationship of cooperative include ചെയ്ത റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, പിന്നെ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇതിലേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റിലേഷൻഷിപ്പ് 2 തരത്തിൽ, അതായത് കോപ്പറേറ്റീവ് ICA അഡോപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് 2 ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ മാക്ഫിയേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റിലേഷൻഷിപ്പിൽ വരുന്നത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ മറ്റേ ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. നമ്മുടെ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അത് ഇട്ടിട്ടില്ല, ക്ലാസ് ഇട്ടിട്ടില്ല, നാളെ ക്ലാസ് ഇട്ടുള്ളൂ കേട്ടോ. ദ ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഏതാണ് ബർത്ത് പ്ലേസ് ആയിട്ടുള്ളത്? ഇന്ത്യ ആണോ, ജർമ്മനി ആണോ, USA ആണോ, ഇംഗ്ലണ്ടാണ് അല്ലേ ബർത്ത് പ്ലേസ്? ഓക്കെ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് നിലവിൽ വന്നു 19 ഓഗസ്റ്റ്. വർഷമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഇപ്പത്തെയാണ്, കാരണം വേറൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് തന്നെ എഴുതാം. 19 ഓഗസ്റ്റ്. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് ഇപ്പോഴത്തെ നിലവിലുള്ളത് 2002 ആണല്ലോ. അപ്പോൾ അതാണ് 2002 ഇവിടെ വരിക കേട്ടോ. ഓക്കെ, ഓപ്ഷൻസ് നോക്കി ഉത്തരം എഴുതാം.
നെക്സ്റ്റ് വരുന്നത് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഇൻ അഡ്വാൻസ് പർച്ചേസസ് സോ ദാറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് അവോയ്ഡഡ്. അതായത് ക്യാഷ് എപ്പോഴെപ്പോഴും ഇങ്ങനെ കൊടുത്തും വാങ്ങും നിൽക്കാതെ കൺസ്യൂമർ സ്റ്റോറുകളിലുള്ള സമ്പ്രദായം എന്താണെന്ന് ഒരുമിച്ചൊരു എമൗണ്ട് കൊടുക്കുക, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ പർച്ചേസൊക്കെ ചെയ്യാം. അങ്ങനെ അഡ്വാൻസ് പർച്ചേസസ് സോ ദാറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷനും ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ചൊരു എമൗണ്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അതിനനുസരിച്ചിട്ട് അതൊരു ഡെപ്പോസിറ്റാണ്. ആ ഡെപ്പോസിറ്റ് നൽകിയിട്ട് ഇപ്പോൾ ഒരു 10,000 രൂപ കൊടുക്കണു, പിന്നെ ആ മാസം ആവശ്യമുള്ള സാധനങ്ങൾ കൺസ്യൂമർ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ വാങ്ങണു, കാശുള്ളപ്പോൾ കൊടുക്കണു, പിന്നെ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങണു. ഓക്കെ, ആ ഒരു സ്കീമിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. ട്രേഡ് ഡെപ്പോസിറ്റ് ആണോ, ക്യാഷ് ക്രെഡിറ്റ് ആണോ, റിസർവ് ഫണ്ട് ആണോ, ഷെയർ ക്യാപിറ്റൽ ആണോ? ഓപ്ഷൻസ് എളുപ്പമായ കാരണം നമുക്ക് വേഗം കിട്ടും. ട്രേഡ് ഡെപ്പോസിറ്റ് ആണെന്നല്ലേ. ഓക്കെ, കൺഫ്യൂസിങ് ഒന്നുമല്ല. ട്രേഡ് ഡെപ്പോസിറ്റ് എന്നാണ് അതിനെ പറയുക കേട്ടോ. കൺസ്യൂമർ DWCS പോലത്തെ കൺസ്യൂമർ സ്റ്റോഴ്സിലുള്ള ഒരു സമ്പ്രദായമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെൻറ്റേഴ്സ് ഫോർ ദ ട്രെയിനിങ് ഓഫ് ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സിൻ്റെ ട്രെയിനിങ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ട്രെയിനിങ്സൊക്കെ നടത്തുന്നത് ഏതാണ്? NCC ടീം, NCDC ജൂനിയർ ട്രെയിനിങ് ഒക്കെ നടത്തുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കേട്ടോ. ആരാണ് ചെയ്യണത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് ദ കീ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ വിച്ച് മീൻസ് ദാറ്റ് ഈച്ച് മെമ്പർ ഹാസ് ഓൺലി 1 വോട്ട് ആൻഡ് നോ മോർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം എന്ന് പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതാണ്? അപ്പോൾ ഏതാണ് ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? വായിച്ചു നോക്കൂ, ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കൂ. അപ്പോൾ അർത്ഥങ്ങളും കൂടി പഠിച്ചു വയ്ക്കണം. അത് നമ്മൾ പ്രിൻസിപ്പിൾസ് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, പ്രിൻസിപ്പിൾസിനുള്ളിലെ കണ്ടൻറ്റ് വരെ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡെമോക്രാറ്റിക് കൺട്രോളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കാരണം ഈച്ച് മെമ്പേഴ്സ് ഹാസ് ഓൺലി 1 വോട്ട്, ഡെമോക്രസിയായി ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രോളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ 75ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്